ഹായ് എല്ലാവർക്കും നമസ്കാരം. ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നമുക്കിതൊരു ചിക്കൻ മപ്പാസിൻ്റെ റെസിപ്പി നോക്കിയാലോ. നല്ല ടേസ്റ്റിലുള്ള ചിക്കൻ മപ്പാസിൻ്റെ റെസിപ്പിയാണ്. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് ചിക്കൻ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത ശേഷം ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ഒരു 30 മിനിറ്റെങ്കിലും നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമുക്കിതൊരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഒരു ഉരുളിയിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കിയ ശേഷം ഇതിലേക്ക് ഏലക്ക, പട്ട, ഗ്രാമ്പൂ, തക്കോലം, കുറച്ച് പെരുംജീരകം കൂടെ ചേർത്ത് പൊട്ടിച്ച് ചെറിയ ഉള്ളി, സവാള, അതുപോലെ തന്നെ പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയും കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ലൊരു ഗോൾഡൻ കളറാകുന്നത് വരെ വഴറ്റിയെടുക്കാം. സവോള നന്നായിട്ട് വഴന്ന് വന്ന ശേഷം ഇതിലേക്ക് പൊടികൾ ചേർക്കാം. മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ റോ ടേസ്റ്റ് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്കൊരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ ചിക്കനിലേക്ക് മാരിനേറ്റ് ചെയ്തപ്പം ഉപ്പൊക്കെ ചേർത്തിരുന്നത് കൊണ്ട് തന്നെ ടേസ്റ്റ് നോക്കിയ ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പം അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുക. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ട് തേങ്ങാപ്പാലൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് അരച്ച് ചേർക്കണം. ഒരു മിക്സഡ് ജാറിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. കാഷ്നട്ട് ചേർത്ത് കൊടുത്ത ശേഷം ഒരു 2 മിനിറ്റെങ്കിലും നന്നായിട്ട് തിളപ്പിച്ചെടുക്കണേ. ഇനി ഇതിലേക്ക് നമുക്ക് 1 പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷമാണ് 1 പാല് ചേർത്ത് കൊടുക്കുന്നത്. കാരണം ഉരുളി ആയതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് താളിച്ചിടാം. ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ചേർത്തൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ചെറിയ ഉള്ളി നല്ല ഗോൾഡൻ കളറായി വന്ന ശേഷം ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. റൗണ്ടായിട്ട് സ്ലൈസ് ചെയ്തിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് തിരിച്ച് മറിച്ച് വിട്ടൊന്ന് ഇത് സോട്ടായി വരണം. അത്ര മാത്രം മതി, ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് നേരെ ചിക്കൻ മപ്പാസിലേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഞാനിവിടെ പാലപ്പത്തിൻ്റെ കൂട്ടത്തിലാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു ചിക്കൻ മപ്പാസിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് റെസിപ്പിയായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.